രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയത് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ ഒരു ജാമ്യാപേക്ഷ നിരസിച്ച വിധിപ്രകാരമാണ്. അപ്പോൾ അതിന് കാരണം, ഒന്നാമത്തെ കാരണം ഈ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ പുറത്താക്കിയത്. അഥവാ ബൈ ചാൻസ് ഇനി ഹൈക്കോടതിയിൽ ഇയാൾ അപ്പീൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചാൽ ഈ കോൺഗ്രസ് രാഹുലിനെ തിരിച്ചെടുക്കുമോ? ഹൈക്കോടതി മുമ്പിൽ അപ്പീലിൽ മിക്കവാറും ആ കേസിൻ്റെ വസ്തുതകളും മറ്റു കാര്യങ്ങളൊക്കെ നിയമപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. രാഹുലിനെ പുറത്താക്കിയതിൽ കോൺഗ്രസ്സിന് ഒരു ആദർശ രാഷ്ട്രീയത്തിന് പരിവേഷം വന്നു ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ബൈലോയിലെ 19-ാം വകുപ്പിലാണ് ഒരാളെ പുറത്താക്കാൻ നടപടിയെടുക്കാനുള്ള കാരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപ്രകാരം മുഴുവൻ കാര്യങ്ങളും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിരുന്നു. കോൺഗ്രസ് നിലപാട് ശരിയുമായിരുന്നു. ഒരാളെ കുറ്റം തെളിയിക്കുന്നതുവരെ അയാൾ നിരപരാധിയാണെന്ന ഒരു വാദമുണ്ടല്ലോ, ആ വാദങ്ങൾക്ക് ഒന്നും വിലകൽപ്പിക്കാതെയാണ് കോൺഗ്രസ് ഇയാളെ പുറത്താക്കിയത്. പാർട്ടിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുന്ന പലതുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അദ്ദേഹത്തെ പുറത്താക്കാൻ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടതായിരുന്നു. ജില്ലാ കോടതിയുടെ ജഡ്ജിൻ്റെ ഒരു തീരുമാനം വരുന്നവരെ കാത്തിരിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇനി ഹൈക്കോടതിയിൽ ജാമ്യം അനുവദിച്ചാൽ ആ ഒരു കാരണം പറഞ്ഞ് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയും അദ്ദേഹത്തെ. ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയും തിരിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. മന്ത്രി ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിയാണ്, PJ ജോസഫ് നേതാവാണ്, അതുപോലെ നീലലോഹിദാസ് നാടാർ, മന്ത്രി ഗണേഷ് കുമാർ, അവരൊക്കെ രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്ന് ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി വെറുതെ വിട്ടാലോ അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യം അനുവദിച്ചവരൊക്കെ അദ്ദേഹം തിരിച്ചു വരും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് രാഹുലിൻ്റെ വിഷയം അത്ര കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ സ്ത്രീ വിഷയങ്ങളിൽപ്പെട്ട് നേതാക്കന്മാർ കൂടുതലും LDFിലാണുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു കാര്യം ധൈര്യമായി പറയാം, ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്, CPMന് അതില്ല എന്നും പറയാം.